വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൽ നമ്മൾ കൊടുത്ത ആ ഒരു കീ വാല്യൂന്റെ കറക്റ്റ് ഓർഡറിലല്ല എന്ത് വന്നിട്ടുള്ളത്, നമുക്ക് ആ ഓർഡർ ആ ഒരു ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യാൻ വന്നിട്ടുള്ളത് അല്ലെ. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ അറേയും അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത ഓർഡർ തന്നെ ആയിരിക്കണം എന്നല്ല. ഇനി ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് എന്തുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതാണ് സെറ്റ്സ്. അതിൽപ്പെട്ട ഒരു അഡ്വാൻസ്ഡ് ഡാറ്റ സ്ട്രക്ചർ ആണ് സെറ്റ്സ്, അല്ലെങ്കിൽ മറ്റൊന്നാണ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെറ്റും മാപ്പും എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മാപ്പ് നോക്കാം. മാപ്പ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് കീ വാല്യൂ പെയർസ് ആണ്. അപ്പൊ അതിന്റെ കീയോ വാല്യൂ ഏത് ഡാറ്റ ടൈപ്പും ആവാൻ പറ്റും. നമ്മൾ നേരത്തെ എന്തായിരുന്നു നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്, ഒബ്ജക്റ്റിൽ കണ്ടിട്ടുള്ളത് അതിന്റെ കീ എപ്പോഴും ആ ഒരു സ്ട്രിങ് ടൈപ്പ് ആണല്ലോ അല്ലെ. അവിടെ നമുക്ക് വേറൊരു എന്താക്കാൻ പറ്റില്ല, വേറൊരു ട്രൂവോ ഫോൾസോ അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു സ്ട്രിങ്ങിൽ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ മാപ്പിൽ അതിന്റെ കീയും വാല്യൂം ഏത് ഡാറ്റ ടൈപ്പ് ആവാൻ പറ്റും. പിന്നെ ആ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ ഒരു കീ വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുക. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മാപ്പിൽ അതിന്റെ കീസ് യുണീക്ക് ആയിരിക്കും. വീണ്ടും അതേ കീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിലവിലുള്ളതിനെ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഈ മാപ്പിന് മറ്റൊരു പ്രത്യേകത ഫോർ ഓഫോ അല്ലെങ്കിൽ ഫോർ ഈച്ചോ ഉപയോഗിച്ച്, അതൊരു ഐറ്ററബിൾ ഐറ്റം ആണല്ലോ. അപ്പോൾ ഐറ്ററബിൾ ഐറ്റം നമ്മൾ ലൂപ്പ് ചെയ്യാൻ വേണ്ടി ഫോർ ഓഫ് ഉപയോഗിക്കും. ഫോർ ഓഫ് അല്ലെങ്കിൽ അറേ ലൂപ്പ് ചെയ്യും പോലെ ഫോർ ഈച്ച് ഉപയോഗിച്ചോ നമുക്ക് ലൂപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന അതേ ഓർഡറിൽ യുണീക്ക് ആയിട്ട് ഐറ്റംസ് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് വരാൻ പാടില്ല. പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന അതേ ഓർഡർ തന്നെ കീപ്പ് ചെയ്യണം, കീ വാല്യൂ പേസ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് മാപ്പ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മാപ്പിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കോഡിങ് എക്സാമ്പിൾ, മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ന്യൂ മാപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടുള്ളൂ. അതൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, പുതിയൊരു ഒബ്ജക്റ്റ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം, ക്രിയേറ്റ് എ മാപ്പ്. എന്നിട്ട് അതിലേക്ക് ഓരോന്ന് ഐറ്റം ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, യൂസർ റോൾസ് എന്ന് പറഞ്ഞിട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്തു, ഡോട്ട് സെറ്റ് അതിന്റെ കീയും അതിന്റെ വാല്യൂയും കൊടുക്കുക, സെറ്റ് ജെയിന് യൂസർ. അതിന് ആക്സസ് ചെയ്യുമ്പോഴോ അത് ഗെറ്റ്, സെറ്റിന് പകരം ഗെറ്റ്, യൂസർ റോൾ ഡോട്ട് ഗെറ്റ് അതിന്റെ കീ കൊടുക്കാം. അപ്പൊ ഔട്ട്പുട്ട് അഡ്മിൻ ആയിരിക്കും, അതിന്റെ വാല്യൂ കിട്ടും. ഇനി ഗെറ്റ് ഓഫ് ഡോ ഇല്ലാത്തതാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, അൺഡിഫൈൻഡ് ആയിരിക്കും. ഇനി ഫോർ ലൂപ്പ് ഉപയോഗിച്ച്, ഫോർ ഓഫ് ഉപയോഗിച്ച് നമുക്ക് ലൂപ്പ് ചെയ്യാൻ വേണ്ടി കോൺസ്റ്റ് ഓഫ് കീ കോമ വാല്യൂ, ബ്രാക്കറ്റിൽ കണ്ട കീ കോമ വാല്യൂ എന്ന് പറഞ്ഞ ഓഫ്, കീ മാത്രം പോരെ വാല്യൂം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. കീ വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൊടുക്കാൻ പറ്റും. ഓഫ് യൂസർ റോൾസ് ഡോട്ട് എൻട്രീസ്, യൂസർ റോൾസ് ഡോട്ട് എൻട്രീസ് എന്ന് പറഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റ് പോലെ തന്നെ നമുക്ക് എൻട്രീസ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു അറേ ആയിരിക്കുമല്ലോ, ആ അറേ ഓരോന്നും അറേ ആയിരിക്കും. ആ ഓരോ അറേയിലെ കീ വാല്യൂസ് ഈ അറേന്റെ ഉള്ളിൽ നമുക്ക് എടുക്കുന്നതാണ്. കീ ഗിവ്സ് വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യും. ഇതാണ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ മാപ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത അതേ ഓർഡറിൽ യുണീക്ക് ആയിട്ട് നമുക്ക് ഡാറ്റ കീ വാല്യൂ പേഴ്സ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാപ്പ് ചെയ്ത് വെക്കുക, ഓരോന്നും മാപ്പ് ചെയ്ത് വെക്കുക എന്നുള്ള ആ ഒരു മീനിങ് ഓർത്ത് വെച്ചാൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. ഇനി ഈ ഒരു മാപ്പിന്റെ ടൈപ്പ് കൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടൈപ്പ് ഓഫ് യൂസർ റോൾസ് നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ്, ഒബ്ജക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് സെറ്റ് ഉപയോഗിക്കുന്നത് ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു കളക്ഷൻ ഓഫ് യുണീക്ക് വാല്യൂസ്, അതും ഡിസ്റ്റിങ്ക്റ്റ് യുണീക്ക് വാല്യൂസ് ആയിരിക്കും. ഇനി ഡാറ്റ ടൈപ്പ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഇൻഡെക്സ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ഐറ്റം ആക്സസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് എലിമിനേറ്റ് ചെയ്യും. ഒന്നിലധികം പ്രാവശ്യം ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ആഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആഡ് ആവില്ല, കാരണം സെയിം ഡാറ്റ അവിടെ ഉണ്ടല്ലോ. നേരത്തെ മാപ്പിലായിരുന്നെങ്കിൽ ആ വാല്യൂ ചേഞ്ച്, അവിടെ വാല്യൂ ചേഞ്ച് ചെയ്യാനല്ലോ, കാരണം ഐറ്റം ആണല്ലോ സ്റ്റോർ ചെയ്യുന്നത്, കീ വാല്യൂ അല്ല, ഐറ്റം, ജസ്റ്റ് ഐറ്റം മാത്രമാണ് സ്റ്റോർ ചെയ്യുന്നത്. ഫോർ ഈച്ചോ അല്ലെങ്കിൽ ഫോർ ഓഫ് ലൂപ്പോ ഉപയോഗിച്ച് നമുക്ക് അതിലേക്ക് ലൂപ്പ് ചെയ്യാനും പറ്റും. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ന്യൂ മാപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ ന്യൂ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ യൂണീക്ക് നമ്പേഴ്സ്, ന്യൂ സെറ്റ് ഓഫ് 1 2 3 4 4 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സ്റ്റോർ ആവുക 1 2 3 4 മാത്രമായിരിക്കും. ആക്സസിങ് എലമെന്റ്സിന്റെ സെറ്റ് എന്താണ്, നമ്പേഴ്സ് ഉണ്ടോ നോക്കുന്നത്, യുണീക്ക് നമ്പേഴ്സ് ഡോട്ട് ഹാസ് 3, അപ്പോൾ ട്രൂ ആയിരിക്കും. അതിൽ ഹാസ് ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. 5 ഉണ്ടോ നോക്കുമ്പോൾ ഫോൾസ് ആയിരിക്കും. പിന്നെ അതിൽ ലൂപ്പ് ചെയ്യുമ്പോൾ ഫോർ ഈച്ച് ഉപയോഗിച്ച് അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് വാല്യൂ പ്രിന്റ് ചെയ്യും, ഓരോ വാല്യൂസും പ്രിന്റ് ചെയ്യും. ഇങ്ങനെയാണ് സെറ്റ് ഉപയോഗിക്കുന്നത്, ജാവാസ്ക്രിപ്റ്റിൽ സെറ്റ് ഉപയോഗിക്കുന്നത്.